വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഹുസൈൻ മടവൂർ. ആളുകളോടുള്ള നല്ല പെരുമാറ്റമാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുവാനും നിലനിർത്തുവാനും സഹായിക്കുന്നത്. വിട്ടുവീഴ്ച ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പെരുമാറ്റ മര്യാദയാണ്. വിട്ടുവീഴ്ച ചെയ്യുന്ന മനുഷ്യർക്ക് നല്ല കുടുംബ ബന്ധവും സാമൂഹിക ബന്ധങ്ങളും പുലർത്തുവാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരിൽ നിന്ന് സംഭവിക്കുന്ന അബദ്ധങ്ങളും പോരായ്മകളും വിട്ടുവീഴ്ച ചെയ്ത് മാപ്പാക്കി കൊടുക്കുക എന്നത് ഒരു മഹത്തായ സ്വഭാവമാണ്. എല്ലാവർക്കും തെറ്റുപറ്റുമെന്നും നമുക്കെല്ലാം തെറ്റ് പറ്റിയിട്ടുണ്ടെന്നും നാം സ്വയം തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ തെറ്റുകൾ മാപ്പാക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും സാധിക്കുകയുള്ളൂ. എല്ലാ മനുഷ്യരും തങ്ങൾ ചെയ്തുപോയ തെറ്റുകൾ മാപ്പാക്കിത്തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളാവട്ടെ നമ്മോടാരെങ്കിലും ചെയ്തുപോയ അബദ്ധങ്ങൾ മാപ്പാക്കി കൊടുക്കുന്നുമില്ല. അത്തരക്കാരോട് അള്ളാഹു ചോദിക്കുന്ന ശക്തമായ ഒരു ചോദ്യം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അല്ല, നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അതിൻ്റെ അർത്ഥം എങ്കിൽ നിങ്ങൾ നിങ്ങളോട് തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുത്തേ മതിയാവൂ എന്നാണ്. ഭാര്യയുടെ പക്കൽ നിന്ന് സംഭവിച്ച ഒരു അബദ്ധം പർവ്വതീകരിച്ച് പ്രശ്നമുണ്ടാക്കുന്നവരോട് നബി തിരുമേനി ചോദിക്കുകയുണ്ടായി, അത് അവളിൽ നിന്ന് സംഭവിച്ച ഒരബദ്ധമല്ലേ? അവൾ എത്രമാത്രം നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഓർക്കേണ്ടതല്ലേ? നമുക്കും ധാരാളം അബദ്ധങ്ങളും പോരായ്മകളും സംഭവിക്കുമെന്നുള്ള തിരിച്ചറിവുള്ളവർക്ക് മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ആളുകളുടെ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും തേടി അന്വേഷിച്ചു പോകരുതെന്ന് നബി തിരുമേനി ഉപദേശിച്ചിട്ടുണ്ട്. കുറ്റം ചെയ്തുപോയ ആളുകൾ കുറ്റം സ്വയം ഏറ്റുപറഞ്ഞാലും അവരെ വിട്ടയക്കുവാനുള്ള വഴികളാണ് പ്രവാചകൻ നോക്കിയിരുന്നത്. ആളെ പിടിച്ച് ശിക്ഷിക്കുകയായിരുന്നില്ല നബി. നമ്മുടെ കാലത്ത് അന്യരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി പ്രചരിപ്പിക്കുവാനാണ് പലർക്കും താൽപ്പര്യം. അത്തരം സ്വഭാവം സമൂഹത്തിൻ്റെ ഭദ്രതയും ഐക്യവും തകർക്കുമെന്ന് നാം മനസ്സിലാക്കണം. നേരെ മറിച്ച് മറ്റുള്ളവരുടെ പോരായ്മകൾ സാരമില്ല എന്ന് പറഞ്ഞ് വിട്ടുവീഴ്ച ചെയ്യുന്നവർ സമൂഹത്തിന് ഒരു വലിയ സൗഭാഗ്യവുമായിരിക്കും. കുറ്റം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന ആപ്തവാക്യം ഏറെ പ്രസിദ്ധമാണല്ലോ. മഹാനായ യേശു പ്രവാചകൻ്റെ ഒരു വചനമാണത്. കുറ്റം ചെയ്തു പോയ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ഇവൾ കുറ്റം ചെയ്തിരിക്കുന്നുവെന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ യേശു ചോദിച്ചു, ഇവളെ എന്തു ചെയ്യണം? അവർ പറഞ്ഞു, അവളെ കല്ലെറിയണം, ശിക്ഷ നടപ്പിലാക്കിയേ മതിയാവൂ. യേശു പറഞ്ഞു, ആവട്ടെ, അവളെ കല്ലെറിയാം, പക്ഷേ നിങ്ങളിൽ കുറ്റം ചെയ്യാത്തവരായിരിക്കണം കല്ലെറിയുന്നത് എന്ന്. അത്ഭുതമെന്നേ പറയേണ്ടൂ. കല്ലെറിയാൻ വന്ന ആളുകൾ ഓരോരുത്തരും പിരിഞ്ഞുപോയി. ഇതാണ് എന്നത്തെയും അവസ്ഥ. എക്കാലത്തും ഇത് തന്നെയാണ് അനുഭവം. കുറ്റം ചെയ്യാത്തവരായി ആരുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം ചെയ്തവരായിരിക്കുമല്ലോ എല്ലാവരും. അവരിൽ കുറ്റബോധം സ്വയം ഉൾക്കൊണ്ട് ദൈവത്തിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി പിന്നീട് നല്ല ജീവിതം നയിക്കുന്നവരാണ് ഏറ്റവും നല്ല മനുഷ്യർ. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ഹുസൈൻ മടവൂർ.